നമസ്കാരം. അപ്പോ നമുക്ക് ഇന്ന് അങ്ങ് തുടങ്ങാം. ഇന്ന് ഞാൻ എന്തിനാ വന്നേക്കുന്നത് അറിയോ? ഇന്ന് ഞാൻ നിങ്ങളെ എടാ പിള്ളേരെ n-2 into 180 ഇതെന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നു. ഒന്നൂടെ n-2 into 180. അപ്പൊ എന്തുവാ ഇയാൾ ഈ കിടന്ന് ചെലക്കുന്നേ അല്ലേ? n-2 into 180 എന്നൊക്കെ ഇങ്ങേര് മറക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് n-2 into 180. എടാ പിള്ളേരെ ദേ നോക്കിയേ. ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം സ്ക്വയർ നമ്മുടെ ചതുരത്തിനെ പറ്റി സമചതുരത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതാണ് ഇതാണ് എൻ്റെ ഒരു സമചതുരം എന്ന് വിചാരിക്കുക. ഓക്കെ. ഇതിന് എത്ര വശങ്ങൾ എത്ര ആംഗിൾസ് ഉണ്ട്? 1, 2, 3, 4. 4 ആംഗിൾ ഉണ്ട്. ശരിയാണോ? ഓക്കെ. ഇനി ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു. റെക്റ്റാങ്കിൾ വരച്ചു. ഇതിന് എന്തുണ്ട്? 1, 2, 3, 4 ആംഗിൾസ് ഉണ്ട്. ശരിയാണേ? ഓക്കെ. ഈ 4 ആംഗിളും ഇനി അടുത്തൊരു സാധനം കൂടെ വരച്ചേക്കാം. നിങ്ങൾ ഇനിയിപ്പം ഒന്ന് കുഴപ്പിച്ചേക്കാം. വേണ്ടേ 1, 2, 3, 4, 5. ഇവനെന്താ സാധനം? ഇവന്റെ പേരാണ് മൂർത്തണം കേട്ടോ. ഓക്കെ. ഇവന്റെ പേരാണ് പെന്റഗൺ. എത്ര ആംഗിൾസ് ഉണ്ട്? 1, 2, 3, 4, 5 ആംഗിൾ ഉണ്ട്. ശരിയല്ലേ? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്ക്വയറിനകത്ത് ഉള്ള ആംഗിളുകൾ, കോണുകളുടെ ആകെത്തുക നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളവര് കാണും, ചോദിച്ചിട്ടുള്ളവര് കാണും. അവരെല്ലാരും മിഴുങ്ങസിയാന്നും പറഞ്ഞ് ഇപ്പഴും ഇരിക്കുവായിരിക്കും. എടാ പിള്ളേരെ ഞാൻ ചോദിച്ചതിന്റെ ഒറ്റ ഉത്തരം. സ്ക്വയറിനകത്തിലെ ആംഗിളുകളുടെ, കോണുകളുടെ തുക നിങ്ങൾക്കറിയാമോ? കുഞ്ഞു കാര്യമാ. വളരെ സിമ്പിളാ. നിങ്ങൾ എത്ര നാള് പോളിഗൺസ് പഠിക്കുന്നോ? പോളിഗൺസ് എന്ന് പറയുന്നത് അറിയാമോ? എന്താണ്? ആ പറയാം. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കുറെ ആംഗിളുകളും കുറെ സൈഡുകളും ഉള്ള രൂപങ്ങൾ. സ്ക്വയർ ഒരു പോളിഗൺ ആണ്. റെക്ടാംഗിൾ ഒരു പോളിഗൺ ആണ്. പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ ഇതെല്ലാം എന്താണ്? പോളിഗണുകളാണ്. ഇവരുടെ എന്റെ ചോദ്യം ഇത്ര ഉള്ളായിരുന്നു. സ്ക്വയറിനകത്തെ ആംഗിൾസിന്റെ സം. അപ്പൊ നമുക്ക് നോക്കാം. സ്ക്വയറിലെ ഓരോ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി. ശരിയാണോ? അതായത് 90 ഡിഗ്രി 4 എണ്ണം. 90 into 4 നമുക്കറിയാം. 9, 4, 36, 360 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഇനി ഒരു റെക്ടാംഗിൾ ആണെങ്കിലും 90, 90, 90, 90. ശരിയാണോ? 360. ഇനി അടുത്തത് പെന്റഗണിലെ നോക്കാം. എടാ ഞാൻ ഇനി പറയാൻ പോകുന്നത് റെഗുലർ പെന്റഗണിനെ പറ്റിയാണ്. പെന്റഗൺ എന്ന് പറഞ്ഞാൽ എന്തുവാ? പഞ്ചഭുജം. 5 ഭുജങ്ങളുണ്ട്. ഈ 5 ഭുജങ്ങൾ 5 കോണുകളും ഒരേ അളവാണെന്നിരിക്കട്ടെ. 5 ഇപ്പം റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു കോൺ എത്ര വരും? നമുക്കറിയാവോ? ഇല്ല. റെഗുലർ പെന്റഗൺ അത് അറിയണമെങ്കിൽ എങ്ങനെയാണെന്നറിയാവോ? ഇതിനകത്തിൽ ഈ ആകെ കോണളവുകളുടെ തുക നമുക്കറിയണം. അത് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ദേ നോക്കിക്കോ. എടാ നമുക്കൊരു പെന്റഗണിന് എത്ര വശങ്ങളുണ്ട്? 5 വശം. ശരിയാണോ? 5 മൈനസ് 2 ഇൻറ്റു 180 ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇൻറ്റു 180. 3 ഇൻറ്റു 180 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നോക്കിക്കേ. 540. എത്ര കിട്ടും? 540. ഈ 540 എന്ന് പറഞ്ഞാൽ ഈ പെന്റഗണിനുള്ളിലുള്ള എല്ലാ കോണുകളുടെയും കൂടെ തുകയാണ്. ശരിയാണോ? എല്ലാ കോണുകളുടെയും കൂടെ തുകയാണ്. ഇനി ഒരു കോണളവ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 540 ഡിവൈഡഡ് ബൈ 5. എത്ര കോണുകളുണ്ട്? എല്ലാം തുല്യമാണെന്ന് പറഞ്ഞിട്ടില്ലേ? 5. ഉടനെ നമ്മൾ ചെയ്യുന്നു. 1 ഇൻറ്റു 5 5. 4 ഇറക്കി. നടക്കത്തില്ല. 0 ഇട്ടു. നമ്മൾ മേളിലൊരു 0 ഇട്ടു. 8 ഇൻറ്റു 5 40. ശരിയാണോ? 8 ഇൻറ്റു 5 40. അപ്പൊ നമുക്ക് മനസ്സിലായി. ഒരു കോണളവ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് മക്കളെ? 108 ഡിഗ്രിയാണ്. ഒരു റെഗുലർ പെന്റഗണിലെ ഒരു കോണിന്റെ അളവെന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 8 ഡിഗ്രിയാണ്. എത്ര 8? 108. 108 ഡിഗ്രിയാണ്. ശരിയാണോ? അടിപൊളിയല്ലായിരുന്നോ? അപ്പൊ എന്നാലും എന്തുവാടോ ഈ n-2? എഴുതി വെച്ചോ. വളരെ പെയ്യെ ഞാൻ പറയാൻ പോവാ. കൂടെ പറഞ്ഞോണം. ഏതൊരു എന്താണ് പോളിഗൺ ആണോ? ഏതൊരു പോളിഗൺ ആണോ അതിലെ എല്ലാം കോണുകളുടെ അതായത് ഇന്റീരിയർ ആംഗിൾസ് അകത്തുള്ള അകക്കോണുകളുടെ ആകെത്തുക കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? n-2 into 180. ഇനി നിങ്ങളോട് പറയുവാണ് ഒരു ഹെക്സഗൺ. എന്താണ്? ഒരു ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 സൈഡും 6 ആംഗിളുമുള്ള ഷേപ്പിനെ നമ്മൾ വിളിക്കും ഹെക്സഗൺ. ദേ നോക്കിക്കേ. ഇവിടെ എത്രണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. ശരിയല്ലേ?
6 കോണുകളും 6 സൈഡുകളും ഉണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇതിലെ ഈ അകത്തുള്ള കോണുകളുടെ എല്ലാം കൂടെ അളവ് എത്ര? നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇത്രേ ഉള്ളൂ പരിപാടി. n-2 × 180 എന്ന് വിഷ്ണു സാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതൊന്നും നോക്കത്തില്ല. n ഞങ്ങൾക്കറിയാം വശങ്ങളുടെ എണ്ണം. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ 6 വശം. 6 - 2 × 180. 6 - 2 4. 4 × 180. അടുത്ത സ്റ്റെപ്പിൽ 18 × 4 ശരിയാണോ? 720 ഡിഗ്രി. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. അകത്തുള്ള കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു n - 2 × 180. കിടിലൻ ചോദ്യമായിരുന്നു വിശ്വസിക്കുന്നു. ഞാൻ നേരെ അടുത്ത ഉത്തരത്തിലോട്ട് പോവാം.